രണ്ട് തരം ലിങ്ക് ബിൽഡിംഗ് ഉണ്ട്. ഒന്ന് ഡു ഫോളോ ഉണ്ട്, രണ്ട് നോ ഫോളോ ഉണ്ട്. നിങ്ങൾക്ക് ഇ സൈനിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇ സൈനിൽ നമുക്ക് ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് വാങ്ങാം. ഇ സൈനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്ക് നോ ഫോളോ ലിങ്ക് ആണ്. അതെങ്ങനെയാ ഞാൻ കാണിച്ചു തരാം. എന്താണ് നോ ഫോളോ, ഡു ഫോളോ. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു ലിങ്ക് കൊടുക്കണം മറ്റുള്ളവർക്ക്. നോ ഫോളോ ലിങ്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് നമ്മുടെ ഗൂഗിളിൽ എന്ത് സംഭവിക്കുന്നില്ല, നമുക്ക് അതുകൊണ്ട് ലിങ്ക് ബിൽഡിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. ഗൂഗിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ലിങ്ക് ബിൽഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ളവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ടോപ്പിൽ വരാനുള്ള ഒരു അൽഗോരിതം ഫാക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മറ്റുള്ളവരുടെ സൈറ്റിൽ നമുക്ക് കിട്ടുന്ന ലിങ്ക് എന്ന് പറയുന്നത് ഡു ഫോളോ ലിങ്ക് ആയിരിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു ഇ സൈനിൽ കൊണ്ടുപോയി നമുക്ക് ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇ സൈനിൽ നിന്ന് കിട്ടുന്ന ലിങ്ക് നോ ഫോളോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനാണ് നമ്മൾ ഇ സൈനിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക? എന്താണ് നമ്മുടെ ബെനിഫിറ്റ്? അല്ലെങ്കിൽ ഇസൈൻ article.com എടുത്ത് ശരിക്കും ശ്രദ്ധിക്കണം, എന്നാലും മനസ്സിലാവും. റീസെന്റ് ആർട്ടിക്കിൾ ആണ്, അണ്ടർസ്റ്റാൻഡിങ് ദ റോൾ ഓഫ് ഫസ്റ്റ് വൺ, റോൾ ഓഫ് മൈക്രോ സ്വിച്ചസ് ആൻഡ് ദെയർ യൂസേഴ്സ്. അത് ക്ലിക്ക് ചെയ്ത് ആ റൈറ്ററുടെ എത്ര ആർട്ടിക്കിൾ ഉണ്ട് നോക്കി. 920 ആർട്ടിക്കിളാ. മനസ്സിലായ? താഴേക്കോ? ഒരു മിനിറ്റ്. പുള്ളിയുടെ വെബ്സൈറ്റ് അവിടെ എഴുതിക്കണ്ട, unionwells.com. ഓക്കെ. അതേപോലെ ചൈന മൈക്രോ സ്വിച്ച് മാനുഫാക്ചർ. ആ ചൈന മൈക്രോ സ്വിച്ച് മാനുഫാക്ചർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഇനി നിങ്ങൾ റൈറ്റ് ക്ലിക്ക് അടിച്ച് സ്ക്രീനിന്റെ അതന്നെ വ്യൂ സോഴ്സ് അടി, കൺട്രോൾ എഫ് അടിച്ച് പേസ്റ്റ്, എന്റർ അടി. ഒന്നില്ലേ? താഴേക്ക് വന്ന് ഏറ്റവും ഡിലേക്ക് വന്ന് അത് കളയാ. എന്താ അങ്ങനെ വന്ന്? ഒന്നും കൂടി കൺട്രോൾ എഫ് അടിച്ച് അല്ല അറ്റത്തേക്ക് പോയി. അത് കളയും. അത് അറ്റത്തെ കളയും. ആ കീവേഡ് മാത്രം മതി. അതന്നെ പോട്ടെ കുറച്ചുകൂടി പോട്ടെ. ഞെണ്ടർ. വേണ്ട, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ അതിന്റെ ചെറിയ ഫോർത്ത് ഒക്കെ ഉണ്ടോ, www.unionwells.com. അതിന് മുന്നേ എഴുതിക്കണുണ്ടോ റിലേഷൻ നോ ഫോളോ. ഇങ്ങനെയാണ് നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ അതുകൊണ്ട് നമുക്ക് SEO ഗുണമില്ല. അപ്പൊ നമുക്ക് ആലോചിക്കാം, എന്തിനാണ് അവിടെ പോയി നമ്മൾ ആർട്ടിക്കിൾ എഴുതിയിടുന്നത്? എന്തിനാ എഴുതിയിടാം? നമുക്ക് ട്രാഫിക് കിട്ടും. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് SEO ടോപ്പിൽ വരുന്നില്ല. നമ്മൾ SEO ടോപ്പിൽ വരുന്നതിനാ? ട്രാഫിക് കിട്ടാനാ. SEO ടോപ്പിൽ വന്നാലാണ് ട്രാഫിക് കിട്ടൂ. SEO വരാണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി ട്രാഫിക് കൊണ്ടുവരാം. നമ്മളൊരു ബ്ലോഗ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഡു ഫോളോ ലിങ്ക് ആണ്. ആ ബ്ലോഗിനെ പോപ്പുലർ ആവുമ്പോഴാണ് അതിൽ നിന്ന് വരുന്ന ലിങ്കിന്റെ ക്വാളിറ്റി നമുക്ക് ഗുണം കിട്ടുക. മനസ്സിലായി? ആ ബ്ലോഗ് പോപ്പുലർ ആവണമെങ്കിൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബ്ലോഗുകൾ എഴുതിയിടണം. അപ്പൊ ബ്ലോഗിന്റെ ഭയങ്കര ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലിങ്ക് ബിൽഡിംഗ് നടക്കും, അതുവഴി ട്രാഫിക്കും കിട്ടും. നെഗറ്റീവ്ലി എഫക്ട്സ് മറ്റിപ്പം ഔട്ട്ബൗണ്ട് ലിങ്ക് കൊടുക്കാൻ വേണ്ടി ഈസൈൻ അവർക്ക് നെഗറ്റീവ്ലി എങ്ങനെ എഫക്റ്റ് ആവും? അത് ഗൂഗിൾ പ്രത്യേകം പറയുന്നത്, നമ്മുടെ സൈറ്റിൽ നിന്ന് ഒരുപാട് ലിങ്കുകൾ മറ്റുള്ളവർക്ക് പോയാ നമ്മുടെ സൈറ്റിന്റെ റാങ്കിനെ ബാധിക്കും. അതുകൊണ്ടാണ് അവർ നോ ഫോളോ ഇടുന്നത്. എന്താണ് ഡു ഫോളോ, എന്താണ് നോ ഫോളോ എന്ന് മനസ്സിലായാലും ഇതിനാണ് ലിങ്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഒരു നോ ഫോളോ എന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഡിഫോൾട്ട് അത് ഡു ഫോളോ ആണ്. അപ്പൊ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ലിങ്ക് കിട്ടുമ്പോൾ അത് ഡു ഫോളോ ലിങ്ക് ആയാൽ മാത്രം നിങ്ങൾക്ക് ലിങ്ക് ബിൽഡിംഗിൽ SEO അത് ഗുണം ചെയ്യും. ഒരുപാട് സൈറ്റ് ഉണ്ട്, ബ്ലോഗർ, വേർഡ് പ്രസ്, ടംബ്ലർ, ലൈവ് ജനറൽ. നിങ്ങൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഫ്രീ ബ്ലോഗ് സൈറ്റ്സ്. അപ്പൊ നിങ്ങൾ ഒരു 10 ബ്ലോഗ് സൈറ്റിൽ പോയി ബ്ലോഗ് ഉണ്ടാക്കി ലിങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 സൈറ്റിൽ നിങ്ങൾക്ക് ലിങ്കായി, 10 ഡിഫറെന്റ് ഡൊമൈനിൽ ലിങ്കായി. ചില ആർട്ടിക്കിൾ സൈറ്റ് ഉണ്ട്, അവർ തരുന്നത് ഡു ഫോളോ ലിങ്കുകളാണ്.
ലിസ്റ്റ് ഓഫ് ടോപ്പ് ഫ്രീ directories, do follow article submission. No. ഇവിടെയൊക്കെ പോയി നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ലിങ്ക് ബിൽഡ് ചെയ്യാം. ഇതിൽ ഇനി വേറൊരു ഏറ്റവും നല്ല മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഇൻബിൽറ്റ് ബ്ലോഗ് സെറ്റ് ചെയ്യണം. നിങ്ങൾ ചില സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും, അതിൽ തന്നെ ബ്ലോഗ് ഉണ്ടാവും. അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങളുടെ വെബ്സൈറ്റ് എപ്പോഴും എന്തായിക്കൊണ്ടിരിക്കുകയാണ്? റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു 100 കീവേഡ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു 50 കീവേഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 50 കീവേഡുകൾ ഓരോ കീവേഡുകൾ യൂസ് ചെയ്തിട്ട് ഓരോ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ബ്ലോഗിൽ ഇടാം. അപ്പൊ ആ കീവേഡുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റുകളായിരിക്കും ഗൂഗിളിൽ വരാം. എന്റെ ബ്ലോഗ് കാണിച്ചത് ഞാനിപ്പോ റീസെന്റ്ലി ചെയ്തതാ. എന്റെ ബ്ലോഗാണത്. ഇവിടെ കണ്ട URL കണ്ട internetleadstraining.com/blog. ഓക്കെ, ഈ സൈറ്റ് എന്ന് പറയുന്നത് എന്റെ സൈറ്റ് പോലെ ഇരിക്കണേ കണ്ടില്ലേ? എല്ലാം സൈറ്റ് പോലെയാ. ഓക്കെ, ഇനി ഞാനിപ്പോ ഇവിടെ ഇന്നലെ ഒരു വെൽക്കം ബ്ലോഗ് എഴുതിയായിരുന്നു. കണ്ടോ? വെൽക്കം ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റ് റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ അത് SEOക്ക് ഗുണമാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബ്ലോഗ് വേണം, ഇൻബിൽറ്റ് ബ്ലോഗ് വേണം. Sir, I mean, why would people come and visit our site for reading blog? ആരും ബ്ലോഗ് റീഡ് ചെയ്യില്ല. Okay. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ ബ്ലോഗിന്റെ പോസ്റ്റ് ഗൂഗിളിൽ വരും. Okay. അതുമ്മ ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ വായിക്കുന്ന. നമ്മുടെ സൈറ്റിൽ നിന്ന് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ സാറോട് വീട് പറഞ്ഞില്ല. ഔട്ട് ബൗണ്ട് ലിങ്ക്, ഇന്റേണൽ ലിങ്ക് ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ലിങ്ക് ചെയ്യും. ഇന്റേണൽ ലിങ്ക് ബിൽഡിംഗ് പേജസ് തമ്മിലാണോ? ആ പേജില് ഇപ്പൊ ഒരു പേജിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിനുള്ളിൽ ഏതെങ്കിലും ഒരു വേർഡ് ആ പേജ് അത് നമ്മുടെ സൈറ്റിൽ തന്നെ വേറെ സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കും. സൈറ്റ് മാപ്പ് .x 2 തരം സൈറ്റ് മാപ്പ് ഉണ്ട്. ഒന്ന് HTML സൈറ്റ് മാപ്പ്, 2 XML സൈറ്റ് മാപ്പ്. നിങ്ങളിപ്പോ ഒരു ക്യാമ്പസ് ചെല്ലുമ്പോൾ ചേർന്ന ഒരു സൈറ്റ് മാപ്പ് കാണാം. ആ സൈറ്റ് മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എവിടെയാണ് ഓരോ സ്ഥലങ്ങൾ എന്നുള്ളത്. അല്ലെ, ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. എവിടെയാണ് നമ്മുടെ കോളേജിന്റെ ഹോസ്റ്റൽ, എവിടെയാണ് ക്യാൻറ്റീൻ, എവിടെയാണ് ഹാൾ, എവിടെയാണെന്നൊക്കെ. ഇതുപോലെ തന്നെയാണ് വെബ്സൈറ്റിൽ സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ പേജിലേക്കുള്ള ഡയറക്ഷൻസും ഡീറ്റെയിൽസും കിട്ടും. സൈറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്യാം. സൈറ്റ് മാപ്പ് കണ്ടോ? എല്ലാ ലിങ്കുകളും ഈ പേജിൽ നിൽക്കും. ഇതിനെ പറയുന്നതാണ് HTML സൈറ്റ് മാപ്പ്. എല്ലാ വലിയ വലിയ പോർട്ടലുകൾക്കാണ് ആവശ്യം. HTML സൈറ്റ് മാപ്പ് എന്നത് ഹ്യൂമൻ വിസിറ്റേഴ്സ്, നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയാണ് HTML സൈറ്റ് മാപ്പ്. XML സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഗൂഗിളിന് വേണ്ടിയിട്ടാണ്. XML സൈറ്റ് മാപ്പ്. എങ്ങനെയാണ് XML സൈറ്റ് മാപ്പ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാമോ? ടൈപ്പ് XML സൈറ്റ് മാപ്പ്. രണ്ടാമത്തെ അത് ക്ലിക്ക് ചെയ്യും. XML-sitemaps.com. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ തന്നെ ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾ അടുത്ത ടാബ് ഓപ്പൺ ചെയ്ത് iBoardSolutions.com എടുത്ത് അത് ഓപ്പൺ ചെയ്യും. ഇതിപ്പോ എന്റെ തന്നെ സൈറ്റാ. നമുക്ക് ഞാൻ മറ്റേ ഇന്റർനെറ്റ് ലീഡ്സിന് എടുക്കാത്ത അതിന് ഒരുപാട് പേജസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ വരാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, നിങ്ങൾ ആ URL കോപ്പി ചെയ്ത് ഇനി ഞാൻ വീണ്ടും XML-ലേക്ക് ഒന്ന് അവിടെ നിങ്ങൾ URL അടിക്കും. നിങ്ങൾ ഒരു മിനിറ്റ് സ്റ്റാർട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ XML എന്ന് പറയുന്നത് ഓരോ URL-നും XML ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ വെബ്സൈറ്റിന് ഒരുപാട് പേജസ് ഉണ്ട്. ഐബോട്ട് എടുത്തേ, സൈറ്റ് എടുത്തേ. അതിൽ കണ്ട ഡിജിറ്റൽ ഓരോ പേജുമ്പോൾ ക്ലിക്ക് ചെയ്തേ. പേജുമ്പോൾ ക്ലിക്ക് ചെയ്തോ താഴെ
വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ക്ലിക്ക് ചെയ്ത് അപ്പൊ ആ പേജ് ഓപ്പൺ ആയി. ഇനി അടുത്ത പേജ് ഓപ്പൺ ചെയ്ത് മൊബൈൽ ആപ്പ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ പേജസുകളായി. ക്ലിയർ ആയല്ലോ? ഇതിന്റെ സൈറ്റ് മാപ്പ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എക്സാമ്പിൾ എടുക്കാം. ഇനി സ്റ്റാർട്ട് അടിക്കാം. കണ്ട കറന്റ് പേജ്, ഓരോ പേജിന്റെ സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ആവാണ്. എത്ര പേജായി? 20ഓളം പേജായി. ഇനി വ്യൂ സൈറ്റ് മാപ്പ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യും. എന്താണ് ഞാൻ അടുത്തത് ചെയ്യേണ്ടത്? അടുത്തവർ പറഞ്ഞിരിക്കണം നമ്മുടെ സൈറ്റ് മാപ്പ് ഈസ് റെഡി. നിങ്ങൾ എഴുതിയ വ്യൂ ഫുൾ XML സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ താഴെ കണ്ട, അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി URL എൻ്റർ ചെയ്താൽ ഇതേപോലെ വരും. മനസ്സിലായോ? ഇനി ആ സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്ത് നിങ്ങൾ എന്താ പറഞ്ഞിരിക്കണേ? ആദ്യം തന്നെ നിങ്ങൾ സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് യുവർ സൈറ്റ് മാപ്പ് എടുത്ത് ഡൗൺലോഡായി. ഈ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയല് നിങ്ങൾ ഡെവലപ്പർക്ക് കൊടുക്കുക. ഡെവലപ്പർക്ക് കൊടുത്തിട്ട് പറയണം റൂട്ട് ഫോൾഡറിൽ അപ്ലോഡ് ചെയ്യാൻ. ഇവിടെ തൊട്ട് താഴെ എഴുതിക്കണ്ട, അപ്ലോഡ് ഇറ്റ് ഇൻ ടു ദി ഡൊമൈൻ റൂട്ട് ഫോൾഡർ ഓഫ് യുവർ വെബ്. നേരത്തെ സെർച്ച് കൺസോളിന്റെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചില്ലേ, ആ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇതും അപ്ലോഡ് ചെയ്യേണ്ടത്. സർവീസ് ഫയൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഫയൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. എവിടെ ഡൗൺലോഡ് ചെയ്തേക്കണം അറിയാലോ. ഇത് നിങ്ങൾക്ക് ഡെവലപ്പറിന്റെ അടുത്തോട്ട് പറയണം അപ്ലോഡ് ഇൻ ടു ദി റൂട്ട് ഫോൾഡർ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കണേ? ദെൻ ഓപ്പൺ ഗൂഗിൾ സെർച്ച് കൺസോൾ. നിങ്ങൾ ഇനി സെർച്ച് കൺസോൾ ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നേ, താഴേക്ക് വന്നേ, അല്ല തൊട്ട് മോളിപ്പോയി അവിടെ സൈറ്റ് മാപ്പ് കണ്ടോ ലെഫ്റ്റ് സൈഡില്? അത് ക്ലിക്ക് ചെയ്യാം. വൺസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. റൂട്ട് ഫോൾഡർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫയൽ എന്തായിരിക്കും വരാ? സൈറ്റ് മാപ്പ് .xml അവിടെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തോ? അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ താഴെ കാണിക്കുക എന്റെ സൈറ്റിന് എന്തോ ഒരു എറർ ഉണ്ടാവുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്താ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇനി നിങ്ങളെ സൈറ്റ് മാപ്പ് എടുത്തേ, ഇപ്പുറത്ത് തൊട്ട് മോളിൽ പോയി, അല്ല റൈറ്റ് സൈഡിൽ കണ്ട 17 പേജ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ സപ്പോസ് 20 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 20 എണ്ണത്തില് എത്ര എണ്ണം ഗൂഗിൾ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇൻഡെക്സ് ചെയ്താലാണ് ഗൂഗിൾ വരുള്ളൂ. അപ്പൊ എത്ര പേജ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഗൂഗിൾ ഫാസ്റ്റ് ആയിട്ട് ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യും നമ്മുടെ എല്ലാ പേജസും. സൈറ്റ് XML സൈറ്റ് മാപ്പ് ഉണ്ടെങ്കിൽ ബ്രോക്കൺ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അർത്ഥം ആ ലിങ്ക് വർക്കിംഗ് അല്ല. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ല എന്ന് കാണിക്കുന്നത്. ഇത് ഇപ്പം XML സൈറ്റ് മാപ്പ് ഇത് ചെയ്യുന്നതിൽ ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ബെനിഫിറ്റ് ഒന്നും ഇല്ല ഇതിന്. നമുക്ക് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് 20 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര എണ്ണം ഗൂഗിൾ ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. ഇനി നിങ്ങൾ സൈറ്റിൽ ഒരു പുതിയ 10 പേജ് ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ വീണ്ടും സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം, വീണ്ടും അത് അപ്ലോഡ് ചെയ്യണം. പുതിയ പേജസ് ആയി. മോർ പേജസ് കൂടുമ്പോൾ ഈ നമ്മുടെ അപ്പൊ ഒരുപാട് പേജ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കീവേഡുകൾക്ക് നമ്മുടെ പേജസ് കയറി വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു 1000 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. 1000 പേജിൽ 1000 ഡിഫറെന്റ് കണ്ടന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിൽ ഏതെങ്കിലും കണ്ടന്റ് അടിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ പേജസ് കയറി വരാം, നമുക്ക് വിസിറ്റർ കൂടുതൽ കിട്ടാം. വെബ്സൈറ്റില് ടോട്ടൽ 20 പേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 17 പേജസ് ആണ് ഇൻഡെക്സ് ചെയ്തിരിക്കുന്നത്. ബാക്കി 3 പേജസ് ഇൻഡെക്സ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം ഡെസ്റ്റിനേഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ഡെസ്റ്റിനേഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ലെന്നാണ് അർത്ഥം. അല്ലല്ല, ആ URL ലിങ്ക് ഇപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് വർക്കിംഗ് ആയിരിക്കില്ല. ആ ലിങ്ക് എറർ ഉണ്ട്. അതാണ് ബ്രോക്കൺ ലിങ്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ബ്രോക്കൺ ലിങ്ക് ചെക്ക് ചെയ്യാനുള്ള വേറെ ഒരു ടൂൾ ഉണ്ട്, brokenlinkcheck.com. അടുത്തതാണ് പേജ് റാങ്ക്. പേജ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്
0 to 10. എന്റെ വെബ്സൈറ്റിന്റെ പേജാണ് ഹോം പേജ്. ഞാൻ ലിങ്കുകളൊക്കെ കളക്ട് ചെയ്യുന്നത് ഹോം പേജിലേക്കാണെന്ന് വിചാരിക്കും. അതായത് മറ്റുള്ള ബ്ലോഗിലായാലും ആർട്ടിക്കിളായാലും ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് നമ്മുടെ ഹോം പേജിലേക്ക് ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള പേജിലേക്ക് വിടാം, കോൺടാക്ട് പേജിലേക്ക് വിടാം, കോഴ്സ് പേജിലേക്ക് വിടാം, നമുക്ക് ഇഷ്ടമുള്ള പേജിലേക്ക് വിടാം. ഏത് പേജിലേക്കാണോ ഏറ്റവും കൂടുതൽ ലിങ്കുകൾ വരുന്നത് ആ പേജിന്റെ പേജ് റാങ്ക് കൂടുതലായിരിക്കും. ഒരുപാട് ലിങ്കുകൾ വരുന്നതനുസരിച്ച് അത് 1 2 3 4 5 6 7 8 9 10 വരെ വരും. നമ്മുടെ സൈറ്റിന്റെ പേജ് റാങ്ക് കൂടുന്നതനുസരിച്ച് ആ സൈറ്റ് ഗൂഗിളിൽ റാങ്കിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഏതെങ്കിലും പേജിന്റെ വാല്യൂ കൂടുതലുണ്ടെങ്കിൽ ഏതെങ്കിലും കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ ആ പേജ് ഗൂഗിളിൽ ടോപ്പിൽ വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഹോം പേജിലേക്കാണ് നിങ്ങൾ ഒരുപാട് ലിങ്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ആ ഹോം പേജിലുള്ള കീവേഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ പേജ് ഗൂഗിളിലേക്ക് ടോപ്പിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന ആർട്ടിക്കിളും ബ്ലോഗും ഏത് ടോപ്പിക്കുമായിട്ടാണ് ബന്ധമുള്ള ആ ടോപ്പിക്കിന്റെ പേജിലേക്ക് ആയിരിക്കണം ലിങ്ക് കൊടുക്കണ്ടേ. ഒരു വെബ്സൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേജ് ഹോം പേജാണ്. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡും ടാർഗറ്റ് ചെയ്യേണ്ടത് ഹോം പേജ് തന്നെ ആയിരിക്കണം. നമ്മുടെ ഈ സൈറ്റ് മാപ്പ് ഒക്കെ ആഡ് ചെയ്യാനെ കൊണ്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണമല്ലോ. അല്ലല്ല, സൈറ്റ് മാപ്പ് ഒന്നും കോപ്പി പേസ്റ്റ് അല്ല ചെയ്യണം. ആ ഒരു ഫയൽ ഉണ്ടല്ലോ, ആ ഫയലാണ് നിങ്ങൾ ഡെവലപ്പർക്ക് കൊടുക്കുക. അവരാണ് ആ ഫയൽ റൂട്ട് ഫോൾഡർ അപ്ലോഡ് ചെയ്ത് തരും. ഇപ്പോ ഇവിടെ ജൂഡ്സൺ അസോസിയേറ്റ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ക്ലയന്റ് ആണ് NIBM, അങ്ങനെ എടുക്കാം. ഓക്കെ, എന്റെ വെബ്സൈറ്റ് ആണ്. എന്റെ വെബ്സൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. സോറി സർ, ഐബോർഡ് സൊല്യൂഷൻ കിടക്കുന്നുണ്ടോ? എന്റെ വെബ്സൈറ്റ് ഇതാ. നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ സെർവറിലും ഉണ്ടാവും. സെർവർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്, ഇതേപോലെ തന്നെ ഹോസ്റ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇതിന്ന് നമ്മളിപ്പോ ഒരു ഫയൽ ഓപ്പൺ, ഇതൊരു ഫയലാണ്. ഇതാണ് നമ്മൾ ഇപ്പൊ ഞാനിവിടെ സപ്പോസ് ഇതാണ് നമ്മളൊരു ഫയല്. ഇതാണ് സൈറ്റ് മാപ്പ് .xml. ഈ ഫയൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ ഒരു FTP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. FTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ, മൈ കമ്പ്യൂട്ടർ. ഓക്കെ, ഇവിടെ സെർവർ. ഈ കമ്പ്യൂട്ടറിലുള്ള ഫയൽ ഇങ്ങടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് FTP എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. ഈ FTP ആണ് സെർവറിനെ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യണേ? കണക്ട് ചെയ്യണേ. ഇതായിരിക്കും നമ്മുടെ XML സൈറ്റ് മാപ്പ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ കിടക്കണ്ടാവും. ഇത് നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സെർവറിലേക്ക്. അതാണ് ചെയ്യാൻ പോണത്. അത് ഇവര് ചെയ്തു തരും. ആര്? വെബ്സൈറ്റ് ഡെവലപ്പർമാർ ചെയ്തു തരും. എന്താണ് robots.txt എന്ന് പറയുന്നത്? ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്. നിങ്ങൾ എല്ലാവരും നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. സ്ക്രീൻ കാണണ്ട, ഇതേപോലെ ടൈപ്പ് ചെയ്യാം. താഴെ ലൈൻ ഇട്ടാ user-agent* എൻ്റർ അടിക്കുക, ഡിസലോ ഇട്ടാ. ആ ഫയലിന് ഓൾറെഡി നിങ്ങൾ സേവ് ചെയ്തു അല്ലേ? സേവ് ആസ് അടിച്ച് എന്നിട്ട് നിങ്ങൾ ആ ഫയൽ നെയിം എന്തായിരിക്കണം? റോബോട്ട്സ് എന്നായിരിക്കണം. ക്ലിയറായോ? ക്യാൻസൽ അടി. നമ്മുടെ വെബ്സൈറ്റില് ഒരു സ്പൈഡർ വന്നാൽ, സ്പൈഡർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, റോബോട്ട്സ് ഒക്കെ വന്നാൽ ആദ്യം ചെക്ക് ചെയ്യണത് robots.txt ഫയലാണ്. ഇത് സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് user-agent* എന്ന് പറഞ്ഞാൽ എല്ലാ സെർച്ച് എഞ്ചിനും, ഗൂഗിൾ, യാഹൂ, ബിങ്, എല്ലാ സെർച്ച് എഞ്ചിൻ എന്നാണ് അർത്ഥം. ഡിസലോ എന്നിട്ടിട്ട് കോളൻ ഇട്ടിട്ട് ഇങ്ങനെ ബാക്ക്വേർഡ് സ്ലാഷ് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്നും നിങ്ങൾ ഇൻഡെക്സ് ചെയ്യണ്ട എന്നർത്ഥം. ഈ ഫയൽ റൂട്ട് ഫോൾഡറിലൂടെ അപ്ലോഡ് ചെയ്യും. ഇത് ടെക്സ്റ്റ് ഫയലായിട്ടാണോ നമ്മൾ സേവ് ചെയ്തത്? അതെ, അതല്ലേ robots.txt എന്ന് പറഞ്ഞേ. നേരത്തെ നിങ്ങൾ സൈറ്റ് മാപ്പ് ഇട്ടില്ലേ, അവിടെ തന്നെ ഈ ഫയലും കൊടുക്കാം. ഇനി ആ ഡിസലോ എന്ന് പറഞ്ഞിട്ട് കോളം കഴിഞ്ഞിട്ട് ഒരു ബാക്ക്വേർഡ് സ്ലാഷ് ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് അഡ്മിൻ എന്ന് പറഞ്ഞ ഫോൾഡർ അഡ്മിൻ ടൈപ്പ് ചെയ്യും. സ്പേസ് വേണ്ട.
അഡ്മിൻ അതിന് വീണ്ടും ഒരു ബാക്ക്വേർഡ് സ്ലാഷ് അടി അല്ല അങ്ങനെ സേവ് ചെയ്യും. അയ്യോ സേവ് ചെയ്തു കറക്റ്റ്. അഡ്മിൻ എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ അഡ്മിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോൾഡറിലുള്ള ഒറ്റ ഫയലും ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യില്ല. അതായത് നമ്മുടെ വെബ്സൈറ്റിന് നമുക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ചില സെഷൻസ് ഉണ്ട്. അഡ്മിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഓഫീസിലുള്ളവർ മാത്രം ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാക്കർമാർക്ക് അതിന്റെ URL മനസ്സിലാവും. URL മനസ്സിലായി അവർ അതിലേക്ക് പലതരം യൂസർ നെയിം പാസ്വേഡ് ഒക്കെ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോൾഡർ വേണമെങ്കിൽ ഗൂഗിളിന്റെ അടുത്ത് ഇൻഡെക്സ് ചെയ്യണ്ടെന്ന് പറയാം. ഇത് ഗൂഗിൾ സ്പൈഡർ ഇൻഡെക്സ് ചെയ്യുന്നത് ഫോൾഡേഴ്സ് ആണോ പേജസ് ആണോ? ഒരു ഫോൾഡർ എല്ലാം ഇൻഡെക്സ് ചെയ്യും ഗൂഗിള്. ഒരു സ്പൈഡർ വന്നു കഴിഞ്ഞാൽ ഫോൾഡർ, ഇമേജസ് എല്ലാം ഇൻഡെക്സ് ചെയ്യും. ഇനി ഒന്നും കൂടി ഡിസലോ എന്ന് ടൈപ്പ് ചെയ്തേ. /course /SEO.html ഇങ്ങനെ കൊടുത്താൽ ആ പർട്ടിക്കുലർ ഫയല് എന്ത് ചെയ്യില്ല, ഇൻഡെക്സ് ആവില്ല. നമുക്കൊരു ഫോൾഡർ വേണമെങ്കിൽ കൊടുക്കാം, അതേപോലെ ഒരു ഫയൽ നെയിം മാത്രം വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോഴത്തെ കമാൻഡില് അഡ്മിൻ എന്ന് പറഞ്ഞ ഫോൾഡറും ഇൻഡെക്സ് ആവില്ല, അതുപോലെ തന്നെ വേറൊരു ഫോൾഡറിൽ വേറൊരു ഫയലും ഇൻഡെക്സ് ആവില്ല. എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യാം, അതാണ് എല്ലാവർക്കും വേണ്ടത്. എങ്ങനെ ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യാം, എങ്ങനെ ട്രാഫിക് കൊണ്ടുവരാം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് നമുക്ക് robots.txt അറിയാം, XML സൈറ്റ് മാപ്പിൽ ഒന്നും അതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ ട്രാഫിക് കൂടാൻ വേണ്ടി ഒന്നും കൂടെ, പക്ഷെ നിങ്ങൾ ടെക്നിക്കൽ അറിയണം, അത്രേ ഉള്ളൂ. ഇനി വേറൊരു ടൂളാണ് ഡിസ്വേർവ് ടൂൾ. കേട്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വെബ്സൈറ്റ് മറ്റുള്ള സൈറ്റിൽ നിന്ന് ലിങ്ക് നമുക്ക് കളക്ട് ചെയ്താൽ നമ്മുടെ സൈറ്റിന്റെ റാങ്കിങ് കൂടും. ഞാൻ പറഞ്ഞതാ, ശരിയാണോ? ഇത് ഒരു ചീത്ത സൈറ്റിൽ നിന്നാണെന്ന് വിചാരിക്കുക, സ്പാം സൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈറ്റ് താഴെ പോവും. നമുക്ക് വേണമെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് വേണമെങ്കിൽ സ്പാം സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ ലിങ്ക് തരാം. ഗൂഗിൾ വെബ് മാസ്റ്ററിൽ കാണാമല്ലോ എവിടെ നിന്നൊക്കെയാണ് ലിങ്ക് വന്നേക്കണേന്ന്. ലെഫ്റ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിൽ ഇതന്നെ അല്ല, ലെഫ്റ്റ് സൈഡിലേക്ക് ഇതല്ല, ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിൽ സ്ക്രോൾ ചെയ്യും. കേട്ടില്ല സാർ. കേട്ടില്ല, എന്താ ലെഫ്റ്റ് സൈഡിൽ സ്ക്രോൾ ചെയ്യാൻ. ഓക്കെ, ഷുവർ. ലിങ്ക് എന്നുണ്ട്, ലിങ്ക്സ്. താഴേക്ക് ഇതിന്റെ ഡേറ്റ കാണിക്കാത്ത ഏറ്റവും പോയി. നിങ്ങൾ ഡേറ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ശരിക്കും കുറെ ലിങ്ക് ഉണ്ടായതാണോ? ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ്, ഇവിടെ താഴേക്ക് വന്നേ. ഇവിടെ ടോപ്പ് ലിങ്ക് മോളിപ്പോയ അവിടേക്കാ ഈ ടോപ്പ് ലിങ്കിങ് സൈറ്റ് ഉണ്ടോ? ഇവിടെ കാണാൻ പറ്റും എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലിങ്ക് വന്നിരിക്കുന്നത്. നമുക്കിപ്പോ അതല്ല, നിർമ്മൽ പറഞ്ഞ വെരി ഗുഡ്. നമുക്ക് തോന്നി ജസ്റ്റ് ഡയലിൽ നിന്ന് ഒരു ലിങ്ക് വന്നിരിക്കുന്നു, വേറെ നമ്മളറിയാത്ത വേറെ സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വന്നിരിക്കുന്നു. അപ്പൊ ആ സൈറ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ സൈറ്റൊന്നും നമ്മളായിട്ടൊന്നും ഒരു ബന്ധമില്ല. നമുക്കറിയാലോ, നമ്മൾ സൈറ്റ് എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആ സൈറ്റ് സ്പാം സൈറ്റ് ആണ്. അപ്പൊ അങ്ങനെ സ്പാം സൈറ്റിൽ നിന്നാണ് ലിങ്ക് വന്നിരിക്കണമെങ്കിൽ നമ്മുടെ സൈറ്റിന്റെ റാങ്ക് താഴെ പോകും.
ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഡയൽ ആണ് ടൈപ്പ് ചെയ്ത് www.justdial.com എൻ്റർ ചെയ്യും. അടുത്ത് വേറൊരു സൈറ്റ് നിങ്ങൾക്ക് വന്നു, ഞാൻ www.abc.com. ഇത് സേവ് ചെയ്യും. എന്താണ് പേര് കൊടുക്കുന്നത്? എന്തെങ്കിലും സ്പാം URL കൊടുക്കുക. സ്പാം URL ഇത് അല്ല സേവാസടി സ്പാം എന്ന് പറഞ്ഞാലും മതി. സ്പാം URL. ഓക്കെ, സേവ് ചെയ്യും, മിനിമൈസ് ചെയ്യും. ഇനി ഗൂഗിൾ എടുത്ത് ആദ്യത്തെ ക്ലിക്ക് ചെയ്യും. ആദ്യത്തില്ല അത് ഗൂഗിളിന്റെ കണ്ട. നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോ ഒരു വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ 5, 8, 10 സൈറ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ എല്ലാ സൈറ്റുകളും നിങ്ങൾക്ക് സെർച്ച് കൺസോളിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇന്നലെ അന്ന് കാണിച്ചതില്ല ആഡ് പ്രോപ്പർട്ടി. ഏത് സൈറ്റിന്റെ ആണോ ലിങ്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് ആ സൈറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ സൈറ്റിലേക്കാണ് നിങ്ങൾക്ക് സ്പാം ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റ് സെലക്ട് ചെയ്തു. ഇനി ഡിസ്ഫോ ലിങ്ക് ക്ലിക്ക് ചെയ്യും. ഡിസ്ഫോ ലിങ്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യും. നിങ്ങൾ ആ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യും. ആ ഫയൽ സെലക്ട് ചെയ്യും. ഇപ്പൊ സബ്മിറ്റ് അടിക്കണ്ട. ഇത് സബ്മിറ്റ് അടിച്ചാൽ ഗൂഗിളിന്റെ അടുത്ത് നമ്മൾ പറയാണ് ഈ പറയുന്ന ലിങ്കുകളിലൊന്നും ഈ പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ലിങ്കുകളൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. സാറേ ഡിസ്വോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ നമ്മൾ കടന്നിരുന്ന ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന്റെ ആയിരുന്നല്ലേ സൈറ്റ്? അത് നമ്മുടെ സൈറ്റ് ആണ് അവിടെ വേണ്ടത് അല്ലെ? നമ്മൾ ഏത് സൈറ്റിലാണോ ബ്ലോക്ക് ചെയ്യുന്നത്, നിങ്ങൾ സെർച്ച് കൺസോളിൽ പുതിയ സൈറ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്യാലോ, ആഡ് പ്രോപ്പർട്ടി വഴി. ഇപ്പൊ 5 സൈറ്റ് ഉണ്ട്. ഏത് സൈറ്റിന്റെ ആണോ ചെയ്യേണ്ട ആ സൈറ്റാണോ സെലക്ട് ചെയ്യണം. ഇതിനെയാണ് പറയുന്നത് ഡിസ്വോ. ഗൂഗിൾ കൺസിഡേഴ്സ് മോർ ദാൻ 200 ഫാക്ടേഴ്സ്. അപ്പൊ ഈ ഫാക്ടറുകൾ കൺസിഡർ ചെയ്തിട്ടാണ് റാങ്ക്. ഞാൻ കുറച്ച് ഫാക്ടറുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1, ഡൊമൈൻ ഏജ്, വെബ്സൈറ്റ് ഏജ്. വെരി ഗുഡ്. നമ്മൾ എന്നാണോ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തത്, ഒരുപാട് വർഷം പഴയ ഡൊമൈൻ ആണെങ്കിൽ അതിന് ഗൂഗിൾ ക്രെഡിബിലിറ്റി കൊടുക്കും. കീവേഡ് ഇൻ സബ് ഡൊമൈൻ, കീവേഡ് ഇൻ ടൈറ്റിൽ ടാഗ് അറിയാലോ, കീവേഡ് ഇൻ ഡിസ്ക്രിപ്ഷൻ അറിയാലോ, കീവേഡ് ഇൻ H1 അറിയാലോ, കണ്ടന്റ് ലെങ്ത്, കീവേഡ് ഡെൻസിറ്റി ഞാൻ പറഞ്ഞതല്ലേ, പേജ് ലോഡ് സ്പീഡ്, ബ്രോക്കൺ ലിങ്ക്സ് പാടില്ല, കീവേഡിന് URL ഞാൻ പറഞ്ഞതല്ലേ. സബ് ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാം. SEOtraining.internetleadstraining.com. അതാണ് സബ് ഡൊമൈൻ. ആ സബ് ഡൊമൈനിൽ കീവേഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങൾ അടിച്ച് ഇവന്റ്സ് ഇൻ ന്യൂയോർക്ക് എന്ന് അടിച്ച് കാണിക്കുന്നേ. മൂന്നാമത്തെ കണ്ട nyc.com താഴേക്കോ. ഒരു മിനിറ്റ് അടക്കാം. നമ്മൾ പഠിച്ചെന്നിട്ടാണ് ടൈറ്റിൽ വരും, ഡിസ്ക്രിപ്ഷൻ വരും. അതിന്റെ താഴെ കുറച്ച് വന്നിട്ടുണ്ടോ, Monday 5 October Monday 5 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത പേജിലേക്ക് അവിടെ പോകും. ഇതിനെ പറയണതാണ് റിച്ച് സ്നിപ്പറ്റ് എന്ന് പറയും. അതിനെ പറയുന്നതാണ് റിച്ച് സ്നിപ്പറ്റ്. ശ്രദ്ധിക്കുക, ഇവിടെ കണ്ട ടൈറ്റിൽ ഡിസ്ക്രിപ്ഷന് താഴെ കുറെ SEO ട്രെയിനിങ്, ലീഡിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതിനെ പറയുന്നതാണ് സൈറ്റ് ലിങ്ക്. ഇത് ഡിഫോൾട്ട് ക്രിയേറ്റ് ചെയ്യണ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അവിടെ വെറുതെ റെസിപ്പി അടിച്ച റെസിപ്പി അല്ല, ഒരു മിനിറ്റ്, നിങ്ങളിവിടെ മേഴ്സിഡസ് അടിച്ചല്ലോ. അപ്പൊ ആദ്യം വന്നിരിക്കുന്ന ആഡാണോ? നോക്കരുത്, നിങ്ങൾ SEOയിലാണ് നോക്കണ്ട. കണ്ട SEOയില് ഒരു മോളിപ്പോട്ടെ ഇവിടെ കണ്ട പയ്യെ പോട്ടെ. ഇവിടെ കണ്ട വെഹിക്കിൾസ്, അതായത് മെഴ്സിഡസ് ബെൻസിന്റെ താഴെ കണ്ട വെഹിക്കിൾസ്, മെഴ്സിഡസ്, അതൊക്കെ സൈഡ് ലിങ്കാ.
ഏറ്റവും മുകളിൽ പോയേ. അങ്ങനെ അടിക്കാം. അടിച്ചൊന്ന്. നിങ്ങൾ ചില സെർച്ചിങ്ങിന്റെ റിസൾട്ടിന്റെ ഒപ്പം തന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോ ഈ റിസൾട്ടിന്റെ ഇവിടെ തന്നെ ഇമേജ് കാണും. ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഇമേജ് കാണും. അല്ലെങ്കിൽ വേണമെങ്കിൽ ചിക്കൻ റെസിപ്പി കണ്ടില്ല. ഇതുണ്ടാ ഇങ്ങനെ. ഇതും എന്താണ്? റിച്ച് സ്നിപ്പറ്റ്. ക്ലിയർ ആയോ? അതേപോലെ വേറൊരു സാധനം ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇത് കണ്ട, പീപ്പിൾ ഓൾസോ ആസ്ക്. അതിനെ പറഞ്ഞതാണ് PAA. നമ്മൾക്ക് ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഇമേജ് കാണുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് പെട്ടെന്ന് അറ്റൻഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ക്ലിക്ക് കൂടുതൽ വിസിറ്റർ കൂടുതൽ കിട്ടാം. ഇത് ഇതിനെ പറയുന്നതാണ് റിച്ച് സ്നിപ്പറ്റ്. ഈ റിച്ച് സ്നിപ്പറ്റ് എങ്ങനെ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡിംഗ് ആണ് schema.org എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കണം. അതൊരു പ്രോഗ്രാമിംഗ് കുറച്ച് സാധനങ്ങളാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെവലപ്പറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഇതേപോലെ റിച്ച് സ്നിപ്പറ്റ് വരുത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. ഓക്കെ. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? schema.org എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഇപ്പൊ ഇവിടെ പീപ്പിൾ ഓൾസോ ആസ്ക് കണ്ട, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സൈറ്റ് ലിങ്ക് ഉണ്ട് കണ്ട, ആ സൈറ്റിലേക്ക് പോകും. നമ്മുടെ സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതൊന്നും നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? വിസിറ്ററെ കൊണ്ടുവരാം. ഇതൊക്കെ ചെയ്യുന്നതാണ്, ഇതിനാണ് സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ റിച്ച് സ്നിപ്പറ്റ്. ഇത് വഴിയിട്ടാണ് അത് ഡെവലപ്പർമാരാണ് ചെയ്തു തരും നമുക്ക്. അപ്പൊ അവരോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അത് സ്കീമൊക്കെ സെറ്റ് ചെയ്ത് തരും. ഒരു ഒറ്റ സൈറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ആ സൈറ്റ് അതിലായിട്ട് കോഡിംഗ് ഉണ്ട്. ഈ കോഡിംഗ് പഠിച്ച് നമ്മുടെ വെബ്സൈറ്റിലെ ചില കണ്ടന്റ് ഉണ്ടാവും. ഈ കണ്ടന്റിന്റെ മുന്നേ ആ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലുള്ള കണ്ടന്റ് ഈ ഗൂഗിൾ സെർച്ചിൽ കാണിക്കും. അതുപോലെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന കീവേഡ് ടോപ്പിൽ വരുത്താൻ വേണ്ടി ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കണ്ടന്റിലൊക്കെ എഴുതണമെന്ന് മനസ്സിലായി. ഇതിനാണ് ഇപ്പൊ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. അടുത്ത സൈറ്റ് ക്ലിക്ക് ചെയ്ത് ചെക്ക് പേജ് റാങ്ക് ക്ലിക്ക് ചെയ്തോ. നമ്മൾ നിങ്ങളുടെ വെബ്സൈറ്റ് കൊടുത്തേ. ഇപ്പൊ എന്റെ വെബ്സൈറ്റ് കൊടുത്തേ iboardsolutions.com കൊടുക്കുക. HTTP ആണോ? കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. .com സബ്മിറ്റ് അടി. താഴ്ക്കോ നീ താഴ്ക്കോ കണ്ട. പയ്യെ മോളിപ്പോട്ടെ. ഇവിടെ പേജ് റാങ്ക് അതിന്റെ 0 എന്നാണ് പറയണേ. അവിടെ അടിക്കും google.com. താഴ്ക്കോ ലോഡായില്ലേ? വെയിറ്റിംഗ്. ഇവിടെ വെയിറ്റിംഗ് ഫോർ പേജ് റാങ്ക്. നോക്കി. ഒരു മിനിറ്റ്. എംപ്റ്റി കാണിക്കുക. നിങ്ങൾ ഇങ്ങനെ ടപ്പ് ചെയ്ത് കാണിക്കില്ല. വെയിറ്റ് കണ്ടോ? അവിടെ നിങ്ങൾ താഴെ മെസ്സേജ് കണ്ടോ? You are making too many PR requests. You are allowed 1 per second. ഒരു സെറ്റ് കണ്ടോ? Okay. Alright. അവിടെ വെയിറ്റ് ചെയ്യും. കുറച്ചേരം വെയിറ്റ്, ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത്.
കണ്ടാ 9 out of 10. പേജ് റാങ്ക് ആണ്. ഓരോ പേജിനും ഓരോ റാങ്കുകൾ വരാം. ഇപ്പൊ കോൺടാക്ട് പേജ് എടുത്തു കഴിഞ്ഞാൽ അതിന് വേറെ റാങ്ക് ആയിരിക്കാം. ക്ലിയർ ആയോ? ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടതില്. CPR എന്താണ്? അല്ല, എനിക്ക് വേറെ ഡൗട്ട് ഉള്ളത്, ഐബോർഡ് സൊല്യൂഷന്റെ റാങ്കിങ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രദീപ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0 ആണ് കാണിച്ചത്. ഞാനിപ്പോ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് 2 കാണിക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൊക്കേഷൻ ആണോ? ലൊക്കേഷന്റെ അല്ല, അത് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്തതിന്റെ ആയിരിക്കാം. എനിക്ക് ഞാനതാണ് സർപ്രൈസ് ആയിരുന്നേ. ടോജി താങ്ക് യു. ഞാൻ ആകെ ഒരു സങ്കടത്തിലായിരുന്നു. എനിക്ക് 2 ഉണ്ടായിരുന്നത് 0 എന്തേ ആയ. ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഞാനത് കാണിച്ചില്ല എന്നുള്ളൂ.